എന്താണ് ഒരു സെയിൽസ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഒരു ബിസിനസ് ഗ്രോത്തുമായി കണക്ട് ചെയ്യുമ്പോൾ? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സെയിൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണല്ലേ. കാര്യം ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവരുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതല്ല അവരൊരു കോൺസെപ്റ്റാണ് സെല് ചെയ്യുന്നില്ല, കോൺസെപ്റ്റ് കൃത്യമായി സെല് ചെയ്താൽ മാത്രമായിരിക്കും ആ ഓർഗനൈസേഷനിലേക്ക് ഒരു റവന്യൂ വരുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ ഫീഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെയിൽസ്. അപ്പോൾ ഈ സെയിൽസിൽ സെയിൽസ് ടീമിനെ സംബന്ധിച്ച് അവർ വേണ്ടത്ര പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ പ്രൊഫഷണലിസം വേണ്ട രീതിയിൽ എൻഷുർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേണ്ട റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നിസ്സാരമായ ചില മിനുക്കുപണികളിലൂടെ പല വ്യക്തികളെയും നമുക്ക് പ്രൊഫഷണൽസ് ആക്കി മാറ്റാൻ കഴിയും. പക്ഷേ എല്ലാവരും അങ്ങനെ കഴിയില്ല. കാരണം ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ക്യാഷ് ലെവൽസ് നമുക്ക് പറയാം. ആളുടെ നോളജ് ലെവലാണെങ്കിലും ആളുടെ ആറ്റിറ്റ്യൂഡ് ലെവലാണെങ്കിലും ആളുടെ സ്കിൽ ലെവലാണെങ്കിലും അതേപോലെ ആളുടെ ഹാബിറ്റ് ലെവലാണെങ്കിലും ഈ എല്ലാ ലെവൽസിലും ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ ആവാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെയിൽസ് പ്രൊഫഷണൽസിന്റെ കൂട്ടം അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീം ഉണ്ടെങ്കിലായിരിക്കും ഒരു ഓർഗനൈസേഷന് വളരാൻ കഴിയുന്നത്.